സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പ്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ റെഡ് അലർട്ട് തുടരും. അതേസമയം നാളെ മുതൽ മഴയുടെ ശക്തി കുറയുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കൂടാതെ തെക്കു പടിഞ്ഞാറൻ കാലവർഷം രാജ്യത്തിന്റെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുകയാണെന്നും ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് പറയുന്നു. പെരുമഴയില്ല, ആശ്വസിക്കാം, പക്ഷേ ജാഗ്രത വേണം. സംസ്ഥാനത്ത് ആശ്വാസമായി പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. നാളെ മുതൽ കേരളത്തിൽ മഴയുടെ ശക്തി കുറയുമെന്നാണ് പറയുന്നത്. നിലവിൽ പക്ഷേ വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴ തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ 3 ജില്ലകൾക്ക് റെഡ് അലർട്ടും 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ നാളെ എവിടെയും റെഡ്, ഓറഞ്ച് അലർട്ടുകളില്ല. എന്നാൽ ചില ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ളത്. ഈ ജില്ലകളിൽ 24 മണിക്കൂറിൽ 204 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കാനും സാധ്യതയുണ്ട്. മാത്രമല്ല, മലപ്പുറം, വയനാട് ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. അതിനാൽ ഇവിടെ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റ് ജില്ലകളിലെല്ലാം ഇന്ന് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തെക്കു പടിഞ്ഞാറൻ കാലവർഷം രാജ്യത്തിന്റെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് ശക്തമാകുന്നത് തന്നെയാണ് ഇതിനുള്ള കാരണം. അറബിക്കടലിന്റെ പടിഞ്ഞാറൻ മധ്യമേഖലകളിലും കിഴക്കൻ മധ്യമേഖലകളിലും മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലേക്കും തെലങ്കാനയുടെ ചില ഭാഗങ്ങളിലേക്കും കാലവർഷം എത്തുന്നുണ്ട്. അടുത്ത 2 മുതൽ 3 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മഹാരാഷ്ട്ര, കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, തമിഴ്നാടിന്റെ ശേഷിക്കുന്ന ഭാഗങ്ങൾ, തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, പടിഞ്ഞാറൻ മധ്യ ബംഗാൾ ഉൾക്കടലിന്റെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലേക്കും കാലവർഷം കടക്കും. അതോടൊപ്പം ഛത്തീസ്ഗഡ്, ഒഡീഷ, പശ്ചിമബംഗാൾ, സിക്കിം, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ശേഷിക്കുന്ന ഭാഗങ്ങൾ എന്നിവിടങ്ങളിലും മൺസൂൺ എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. കിഴക്കൻ ഉത്തർപ്രദേശിനും സമീപ പ്രദേശങ്ങൾക്ക് മുകളിലായി നിലനിൽക്കുന്ന മറ്റൊരു ചക്രവാത ചലനവും സജീവമായിട്ട് തന്നെ ഇപ്പോഴുണ്ട്. മാത്രമല്ല, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിലനിൽക്കുന്ന ചക്രവാത ചലനങ്ങൾ, ട്രഫുകൾ, ഷിയർ സോണുകൾ എന്നിവയുടെ സ്വാധീനത്തിൽ വരും ദിവസങ്ങളിലും മൺസൂൺ കൂടുതൽ ശക്തി പ്രാപിക്കുമെന്നാണ് പറയുന്നത്. മധ്യ ഇന്ത്യ, കിഴക്കൻ ഇന്ത്യ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, പടിഞ്ഞാറൻ തീരദേശ മേഖലകൾ എന്നിവിടങ്ങളിൽ വ്യാപകമായ മഴയ്ക്കും സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.